സൺഡേ ടോക്ക്. ഇന്ന് ഞാൻ കിൽപോക്കിലുള്ളൊരു ടെമ്പിളിൽ പോവുകയാണ് കേട്ടോ. പോയി തൊഴുത് ശരവണഭവനിൽ പോയി പൊങ്കലൊക്കെ കഴിച്ച് കോഫിയെല്ലാം കുടിച്ചു. അപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിക്കുന്നത്, ഗോഡ് എക്സിസ്റ്റ് ആണോ അല്ലയോ എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അത് ഒരു എവിഡൻസും ഇല്ല, ഗോഡ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ബട്ട് നമ്മൾ എന്തുകൊണ്ടാണ് അമ്പലത്തിൽ പോകുന്നത്? അതെല്ലാം അവരവരുടെ വിശ്വാസമാണ്. ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്നറിയാം, സംതിങ്, ഒരു സൂപ്പർ നാച്ചുറൽ പവറുണ്ട്, ഒരു യൂണിവേഴ്സൽ, അതായത് പ്രപഞ്ച സത്യം. നമ്മൾ ജീവിച്ചിരിക്കുന്നതും നമ്മുടെ കർമ്മങ്ങൾ ചെയ്തിട്ട് നമ്മളെ ഭൂമിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോകുന്നതും എല്ലാം ഒരു പ്രപഞ്ച സത്യമല്ലേ? അതായത് അതൊരു യൂണിവേഴ്സൽ ട്രൂത്താണ്. എന്തോ സംതിങ്, ഒരു പവർ ഉണ്ട് എന്നുള്ളത്, അത് നമ്മൾ വിശ്വസിക്കുന്നു. അത് നമ്മൾ ഗോഡായിട്ട് കൺസിഡർ ചെയ്യുന്നു. എന്താണെങ്കിലും ഗോഡുണ്ടോ ഗോഡില്ലയോ അതൊന്നും ഒരു എവിഡൻസും ഇല്ലാത്തൊരു കാര്യമാണ്. എല്ലാവരും അവരവരുടെ എക്സ്പീരിയൻസിൽ നിന്നും പല അറിവുകളിൽ നിന്നുമാണ് ഈ വിശ്വാസം വരുന്നത്. പേരൻസ് പകർന്നു കൊടുക്കുന്നതും ആൻസിസ്റ്റേഴ്സ് പകർന്നു കൊടുക്കുന്നതൊക്കെയാണ് ഈ വിശ്വാസമില്ലായ്മ എല്ലാം എക്സ്പീരിയൻസിൽ നിന്നും. പക്ഷേ ഒരു കാര്യം, അതായത് നമ്മൾ ചെയ്യുന്ന കർമ്മം നല്ലതായാൽ മാത്രം മതി. ആരെയും ഉപദ്രവിക്കാതിരിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക. അപ്പോൾ ദൈവം നമ്മുടെ ഉള്ളിൽ തന്നെ ഉദ്ഭവിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് യോജിപ്പുണ്ടോ? റിലീജിയസ് തോട്ട് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റെ വഴിക്ക് പോട്ടെ. ഏതൊരു റിലീജിയനും അവരവരുടേതായ ദൈവങ്ങളിൽ വിശ്വസിക്കുന്നു, പ്രാർത്ഥനാലയങ്ങളിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, അതെല്ലാം വിശ്വാസം മാത്രം. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ഒരു ഭഗവാനുണ്ട്. ആ ഭഗവാൻ ഉണരുന്നത് എപ്പോഴാണെന്നറിയോ? നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ്. നല്ല കർമ്മം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ആരെയും ഉപദ്രവിക്കാതിരിക്കുക, ആരെയും വേദനിപ്പിക്കാതിരിക്കുക. ലോകത്തുള്ള ഓരോ ജീവജാലങ്ങൾക്കും റൈറ്റ്സ് ഉണ്ട് ഇവിടെ ജീവിക്കാനും, ഫ്രീഡവുമുണ്ട് അറ്റ് ദ സെയിം ടൈം ജീവിക്കാൻ. നമ്മളെല്ലാവരും ഈ ഭൂമി വിട്ട് പോകേണ്ടവരാണ്. ആരും ശാശ്വതമല്ല, അതൊരു സത്യമാണ്.